എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 163-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോമം നസ്തോമമാഗ ആഗഹി ഉപേദം സവനം സുതം ഗൗരോനതൃഷിത പിബ. ഇതാണ് മന്ത്രം. അന്വയം: ഹേ ഇന്ദ്ര സത്വം നസ്തോമാ ഉപ ആഗഹി സുതം ഇദം സവനം തസ്മാൽ ഗൗര നതൃഷിത ഇമം പിബ. നസ്തോമം ഞങ്ങളുടെ സ്തുതികൾ, ഉപ ആഗഹി യാഗവേദിയിലെ പ്രധാന സ്ഥാനത്തേക്ക് വന്നാലും, ഞങ്ങളുടെ സ്തുതികൾ കേട്ട് യാഗവേദിയിലെ പ്രധാന സ്ഥാനത്തേക്ക് വന്നാലും, അല്ലയോ ഇന്ദ്രദേവ. സുതം സംസ്കരിച്ചിട്ടുള്ളതായ സോമരസം. ഇതം സവനം ഈ പ്രാതഃസവന വേളയിൽ സോമം അങ്ങേക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗൗരന വെള്ളക്കുരങ്ങിനെ പോലെ, സോമം പിബ സോമരസം പാനം ചെയ്താലും. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം, അർത്ഥം. അല്ലയോ ഇന്ദ്രദേവ, മുൻപ് പറഞ്ഞ ഗുണഗണങ്ങളോടുകൂടിയ ഞങ്ങളുടെ ഉത്തമങ്ങളായ സ്തുതികളെ പരിഗണിച്ചിട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് യാഗകർമാനുഷ്ഠാനത്തിന്റെ പ്രധാന വേദിയിൽ ആഗതനായാൽ. ദേവന്മാർക്ക് യാഗവേദിയിൽ പ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ഉപവിഷ്ടനാവാൻ വേണ്ടി അല്ലയോ ഇന്ദ്രദേവ വേഗത്തിൽ തന്നെ ആഗതനായാലും. ഈ പ്രാതഃസവനത്തിൽ സംസ്കരിച്ച സോമം ഞങ്ങൾ യാഗവേദിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വെള്ളക്കുരങ്ങിനെ പോലെ ധൃതിയായിട്ട് സോമം പാനം ചെയ്താലും. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.